മരണശേഷം ഒരു ലോകമില്ല എന്ന് പറയുന്ന നിങ്ങൾ ആ ലോകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സ്ത്രീലമ്പടനാണ്, കണ്ടോ ഇയാൾ ഇങ്ങനെ പറയുന്നു, ഒരു നാണമില്ലാതെ പറയുന്നു എന്നങ്ങ് പറഞ്ഞു വരുത്തി. ഇവിടുന്ന് നമ്മൾ 1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എവിടേക്കോ തയ്യാറുണ്ട്, മുഹമ്മദിന് എന്തൊക്കെ പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഇവിടെ മാതാവിനെ തന്നെ എന്തൊക്കെയാണ് വിമർശിക്കുന്നത്. ഇപ്പം മഹാനവർഗലിട്ടൊരു പോസ്റ്റ്, സ്വന്തം മാതാവ് മരിച്ചപ്പോൾ അദ്ദേഹം അതിലോകത്തെ അറിയിച്ചവരുകൾ കണ്ടില്ലേ, എൻ്റെ മാതാവ് ഹൂറന്മാരെ കളാ പോയത്. അപ്പം നിങ്ങൾ പറയാറുണ്ട് മതമില്ലെങ്കിലും ഞങ്ങൾ ധാർമ്മികരായി ജീവിക്കുന്നു. ഇതെന്ത് ധാർമ്മികതയാണ്? എന്ത് ധാർമ്മികമായൊരു സന്ദേശമാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. ആരിഫ് ഹുസൈൻ്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു ഉസ്താദ് നിൽക്കുന്ന ഫോട്ടോയായിരുന്നു കണ്ടത്. അങ്ങനെ ആ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, ഈ ഉസ്താദിന് ഇത് എന്തിൻ്റെ കേടാ, ഇസ്ലാമിനെ ഇത്രത്തോളം വിമർശിക്കുന്ന ആരിഫ് ഹുസൈൻ്റെ പരിപാടിയിലൊക്കെ ചെന്ന് തലവെച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ, അതിൻ്റെ പ്രചാരകനാവേണ്ട വല്ല കാര്യമുണ്ടോ ഈ ഉസ്താദിന് എന്നൊക്കെ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. ആ ഉസ്താദിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും, വിമർശിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും എക്സ് മുസ്ലിമിനെ ഒരു ഉസ്താദിൻ്റെ വേഷം ധരിപ്പിച്ച് ആരിഫ് കൊണ്ടുവന്നതാണോ, അങ്ങനെ സംശയിച്ചിട്ടുണ്ടാവും. ഇനി അതല്ല, മുമ്പ് ദാറുൽ ഹുദയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി നിരീശ്വരവാദത്തിലേക്ക് പോയ പോലെ ഈ ഉസ്താദും നിരീശ്വരവാദിയായി പോയോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ടാവും ആ പോസ്റ്റ് കണ്ട സമയത്ത്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതാണ് ആ പോസ്റ്റ്. ഇങ്ങനൊരു പോസ്റ്റ് 2-3 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. സത്യത്തിൽ ഈ പോസ്റ്റ് കണ്ട സമയത്ത് ഈ ഉസ്താദ് ആരാണെന്നും ആ ഉസ്താദ് ആ പരിപാടിയിൽ എന്താണ് പ്രസംഗിച്ചതെന്നൊക്കെ അറിയാൻ വല്ലാത്ത ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് അത് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ഇന്നലെയാണ് യൂട്യൂബിൽ ആ ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ കണ്ടത്. ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. എന്താണ് ഉസ്താദ് പറയുന്നത്, ഉസ്താദ് നിരീശ്വരവാദത്തിലേക്ക് പോയതാണോ, ഇസ്ലാമിനെ തള്ളി പറയുന്നുണ്ടോ, എന്തിനായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തതെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയോടെ അത് മുഴുവൻ കേട്ടു. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത് ആ ഉസ്താദ് പരിപാടിക്ക് പോയത് നന്നായി എന്നുള്ളത്. കാരണം ആരിഫിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ആ ഉദ്ഘാടകൻ തന്നെ ആരിഫിനെയും അവിടെ കൂടിയിരിക്കുന്നവരുടെയും അവരുടെ ആശയത്തെയൊക്കെ വലിച്ചു കീറുന്നതാണ് ആ ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. സംഗതി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിലുള്ള പല കാര്യങ്ങളോടും വിയോജിപ്പ് തോന്നിയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് അവിടെ പറയേണ്ടത് തന്നെയാണ് എന്നെനിക്ക് തോന്നി. ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഒരു പക്ഷേ ലോകത്തിൽ വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. സ്വന്തം ക്യാഷ് മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി, ലണ്ടനിലൊക്കെ പോയി നാണം കെട്ട് തിരിച്ചു വന്നതുപോലെ, അതുപോലെ തന്നെ ക്യാഷ് കൊടുത്ത് ഒരു പരിപാടിക്ക് ഒരു ഉദ്ഘാടകനെ ക്ഷണിച്ച് ആ ഉദ്ഘാടകൻ തന്നെ തൻ്റെ വ്യക്തിത്വത്തെയും തൻ്റെ ആശയത്തെയും പരസ്യമായിട്ട് വിമർശിക്കുന്ന കാഴ്ച അത്ര സുഖമുള്ള കാര്യമില്ല. പക്ഷേ തൻ്റെ ആശയത്തെയും തൻ്റെ വ്യക്തിത്വത്തെയൊക്കെ ഇത്രയും പരസ്യമായിട്ട് പിച്ച് ചെയ്യുന്ന ആ ഒരു കാഴ്ച സൈക്കിളിൽ നിന്ന് വീണ ചിരിയോടാണ് ആരിഫ് നോക്കിക്കാണുന്നത്. ഒരു പക്ഷേ ആ ഉസ്താദിനെ അവിടെ വെച്ച് തടയാൻ കഴിയാഞ്ഞിട്ടായിരിക്കും എല്ലാം സൈക്കിളിൽ നിന്ന് വീണ ചിരിയോടെ കേട്ടു നിന്നത്. കാരണം തടഞ്ഞു കഴിഞ്ഞാൽ അത് ലോകമറിയും, അത് തനിക്ക് വലിയ നാണക്കേടാവും. ഇപ്പോൾ ലണ്ടനിൽ നിന്ന് നാണം കെട്ട ആ ക്ഷീണം തന്നെ ഇതുവരെ മാറിയിട്ടില്ല. അത് മാറാത്തതിന് മുമ്പ് മറ്റൊരു നാണക്കേട് കൂടി ഇത് സഹിക്കാൻ പറ്റൂല എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ ഉസ്താദിന് ആ സമയത്ത് തടയാതെ പോയത്. ഈ പ്രസംഗം ഇന്നലെയാണ് യൂട്യൂബിൽ വന്നത്. ഇത്രയും ദിവസമായിട്ടും ആരിഫ് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണയൊക്കെ 1 ദിവസം 2 ദിവസം കൊണ്ടൊക്കെ ആരിഫ് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊന്നും വൈകിപ്പിക്കാറില്ല. കാരണം അതൊക്കെ എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ ഒരുപാട് ആളുകൾ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വൈകിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ പല ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും, എവിടെ ഉസ്താദിൻ്റെ പ്രസംഗം, എവിടെ ആ വീഡിയോ? പല ഭാഗത്തുനിന്നും ചോദ്യശരങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും ആ ഉസ്താദിൻ്റെ പ്രസംഗം യൂട്യൂബിൽ ഇട്ടത്. പക്ഷേ നിങ്ങളാരും എന്ത് ചെയ്യുക, എന്നെ കേൾക്കുന്ന നിങ്ങളാരും അത് തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ അതിൽ സെർച്ച് ചെയ്യേണ്ട. അത് സെർച്ച് ചെയ്ത് ആരിഫിന് ഇനി വ്യൂസ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാത്ത ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ആ ഉസ്താദ് എന്തൊക്കെയോ പറയാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ കേൾക്കാൻ വേണ്ടി യൂട്യൂബിൽ പോയി തരേണ്ട ആവശ്യമില്ല. ഇത് മാത്രം കേട്ടാൽ മതി. എത്ര പരിപാടികൾ നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പരിപാടിയിലേക്ക് ഒരു ഉദ്ഘാടകൻ വന്നു കഴിഞ്ഞാൽ അവരുടെ സംഘാടനത്തെയും അവരുടെ ആശയത്തെയൊക്കെ പുകഴ്ത്തിയായിരിക്കും സംസാരിക്കുക. ആ പരിപാടിയുടെയും അത് സംഘടിപ്പിക്കുന്നവരുടെയൊക്കെ മഹത്വത്തെ പറഞ്ഞുകൊണ്ടായിരിക്കും അയാൾ തൻ്റെ ഉദ്ഘാടന പ്രഭാഷണം അവസാനിപ്പിക്കുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അതുപോലെ തന്നെ ഉദ്ഘാടകനെ കേട്ടിരിക്കുന്ന ആ ഓഡിയൻസ് ഉണ്ടല്ലോ, അവരെ സുഖിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും സംസാരിക്കുക. എന്നാൽ ഈ ആരിഫിൻ്റെ പരിപാടിയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം നമ്മൾ കണ്ടത്. മുമ്പിലുള്ള ഓഡിയൻസിന് ഒരു സുഖമില്ലാത്ത വാക്കുകൾ, തന്നെ ക്ഷണിച്ച ആരിഫിനും ഒരു സുഖമില്ലാത്ത വാക്കുകൾ,
ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ് ഈ ഉസ്താദിൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളെ ഒന്ന് കേൾക്കാം. അതുപോലെ തന്നെ തൻ്റെ ആശയത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും ഉസ്താദ് പറയുമ്പോൾ, തൻ്റെ വ്യക്തിത്വത്തിന് കോട്ടം തട്ടുന്ന പല കാര്യങ്ങളും ഉസ്താദ് പറയുമ്പോൾ അതൊക്കെ സൈക്കിളിൽ നിന്ന് വീണ് ചിരിയോടെ നോക്കി നിൽക്കുന്ന ആരിഫിനെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. സർവ്വലോകങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവേശ്വരനായ ജഗദീശ്വരനായ ജഗന്യന്താവായ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ പരിശുദ്ധ നാമത്തെ മുൻനിർത്തി ഞാൻ തുടങ്ങുകയാണ്. സുബ്ഹാന മൻ ഖലഖൽ ഖൽഖ ഫഅഹ്സാഹും അദദ സുബ്ഹാന മൻ ഖലഖൽ അർസാഖ വലം യംസ അഹദ സുബ്ഹാനല്ലദീ ലം യത്തഖിദ് സാഹിബതൻ വലാ വലദ സുബ്ഹാനല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഞാനത് സമസ്തയുടെ ഒരു പ്രവർത്തകനാണ്. വർഷങ്ങളായി സമസ്തയുടെ മദ്രസയിലെ അധ്യാപകനാണ്. ഈ പരിപാടിയിലേക്ക് എന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചപ്പോൾ ഞാൻ ഉസ്താദിനോടാണ് ചോദിച്ചത്. ഞാൻ പോയിട്ട് ആദ്യം ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞത് വേണ്ട, അവർ ശരിക്കും സമയം തരൂല, എനിക്ക് സംസാരിക്കാനൊന്നും അവസരം തരൂല. അവസാനം ഞാൻ ഉസ്താദിനോട് എൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ച ഉസ്താദിന് അനുവാദം തന്നു. അതുകൊണ്ടാണ് വന്നത്. ആരിഫ് സാർ അന്ന് അദ്ദേഹത്തിന് പറയാനുള്ള ആവേശം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സംസാരിക്കാനും സമയം കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഉസ്താദ് കുറച്ച് മുമ്പ് ആരിഫിൻ്റെ ഒരു പരിപാടിയിലേക്ക് വിളിച്ചിരുന്നു. ആ വിളിച്ച സമയത്ത് ഈ ഉസ്താദിനെ മര്യാദയ്ക്ക് സംസാരിക്കാൻ ആരിഫ് അനുവദിച്ചില്ല. അത് സാധാരണ അങ്ങനെ തന്നെയാണ്. ആര് വിളിച്ചാലും അവരുടെ ഭാഗം കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂല, അവരുടെ വാദം പറയാനുള്ള അവസരം കൊടുക്കൂല. ആരിഫ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ നമ്മൾ കേൾക്കുക. നമ്മൾ പറയുന്ന അവസരത്തിൽ ആരിഫ് ശബ്ദം ഉണ്ടാക്കി അത് മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ഈ ഉസ്താദ് വിളിച്ചപ്പോഴും അതെന്നെ സംഭവിച്ചു. അത് ഈ ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരിഫിൻ്റെ സംസാരത്തോട് വിയോജിപ്പുണ്ടെങ്കിലും അതിന് മറുവാദ്യം തൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ആരിഫിൻ്റെ സംസാരം കഴിഞ്ഞ് തനിക്കൊരു അവസരം കിട്ടുമല്ലോ, ആ സമയത്ത് അതൊക്കെ പറയാമെന്ന് ഇയാൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇയാളെല്ലാം മൂടി കേൾക്കുകയാണ്. അങ്ങനെ ആരിഫിൻ്റെ സംസാരം കഴിഞ്ഞ് ഇയാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആരിഫ് ഇടപെട്ട് ശബ്ദം ഉണ്ടാക്കുക, ഇയാൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടാതിരിക്കുക. കാരണം ഉസ്താദ് മര്യാദയ്ക്ക് തൻ്റെ വാദം പറയുമ്പോൾ തൻ്റെ പ്രേക്ഷകരത് കേട്ട് കഴിഞ്ഞാൽ അത് വലിയ ദോഷമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ കയറി ശബ്ദം ഉണ്ടാക്കുന്നതും അയാളെ പറയാൻ അനുവദിക്കാതിരിക്കുന്നതും. ഇത് സാധാരണ സംഭവമാണ്. ഇത് ഈ ആരിഫ് പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അയാളുടെ സ്വന്തം ചാനലിൽ പറയേണ്ടതില്ലല്ലോ. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ ചാനലാണ്, എനിക്കിഷ്ടമുള്ളത് ഇവിടെ നടക്കുള്ളൂ എന്ന് അയാളെ സ്വന്തം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരിഫിനോട് സംവാദത്തിനോ സംസാരിക്കാനൊന്നും ആരും പോവാത്തത്. കാരണം പോയ ഒരാൾക്കും മര്യാദയ്ക്ക് വാദം പറയാൻ കഴിയൂല, മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയൂല. മുസ്ലിങ്ങളൊക്കെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ആരിഫ് കുറേ തെറി പറയും, പ്രവാചകനെ വിമർശിക്കും, ഇസ്ലാമിനെ വിമർശിക്കും, പച്ചക്കളവുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് തെളിവ് ചോദിച്ചാലും കിട്ടൂല, എന്നാൽ അതിനൊരു മറുവാദം പറയാനായിട്ട് സമ്മതിക്കൂല. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ആരിഫിൻ്റെ ചാനലിലേക്കൊന്നും ആരും വിളിക്കാത്തതും ആരും സംവാദത്തിന് പോവാത്തതും. പിന്നെ ആരൊക്കെയോ ആരിഫിൻ്റെ തന്നെ കുറച്ച് ആളുകളൊക്കെ വിളിക്കാന്നല്ലാതെ വേറെ അത്യാവശ്യം ബോധമുള്ള ഒരാളും അതിന് പോകില്ല. ഈ ഉസ്താദ് എൻ്റെ കട്ടക്കാലത്തിനൊന്ന് പോയി കുടുങ്ങിയതാണ്. നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സംവാദത്തിൽ എങ്ങനെയാണ് നമ്മൾ പങ്കെടുക്കുക? ഒരിക്കലും സാധിക്കില്ല. ഇത് പക്ഷേ ആ ഓൺലൈൻ സംവാദം പോലെ ഇവിടെ നടക്കുമോ? സ്വന്തം പരിപാടിയുടെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടന പ്രഭാഷണം എങ്ങനെ ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കി തടയാം? അത് ആളുകളെ കേൾപ്പിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സൈക്കിളിൽ നിന്ന് വീണ ചിരിയോടെ അതെല്ലാം കേട്ടിരുന്നു. കാരണം ഉസ്താദ് പങ്കെടുക്കുന്നു, ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ട് വലിയ ഹൈപ്പ് കൊടുത്ത പരിപാടിയാണല്ലോ. അപ്പോൾ പിന്നെ ഉസ്താദ് പ്രസംഗിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് തടസ്സപ്പെടുത്തുക? അത് കാത്തിരിക്കല്ലേ ഇവിടെ കുറച്ചാളുകൾ. അപ്പോൾ അതൊക്കെ നല്ലോണം അറിയുന്ന ആരിഫ് അതെല്ലാം കേട്ടിരുന്നു. ഏതായാലും ബാക്കി കേൾക്കാം. ഞാൻ അദ്ദേഹം പറയുന്നതൊക്കെ മൂളി കേട്ടത് എന്തിനും സമ്മതിച്ചു കൊടുത്തതല്ല, മറുപടി പിന്നീട് പറയാമെന്ന് കരുതിയതാണ്. പക്ഷേ ഞാൻ പറയുമ്പോൾ അദ്ദേഹം ഇടയ്ക്ക് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വേണ്ടത്ര സംസാരിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ എന്താണെന്ന് സംഭവിച്ചത് അതും എല്ലാവരും അറിയണമല്ലോ. അതും കൂടി കണക്കിലെടുത്താണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വന്നത്. നിങ്ങളെ ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ജോലി അതാണല്ലോ. ആ നിലയ്ക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുകയാണ്. നമ്മുടെ ഒരു വില അനക്കാൻ പോലും ഓരോ സമയം അള്ളാഹു നമുക്ക് കഴിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങി വരേണ്ടത്. മരണശേഷം ഒരു ലോകമില്ല എന്ന് പറയുന്ന നിങ്ങൾ ആ ലോകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സ്വർഗമില്ല എന്ന് പറയുന്ന നിങ്ങൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ എത്തുക തന്നെ ചെയ്യും. കാരണം നിങ്ങളെ മടക്കി വിളിക്കാനാണല്ലോ ഞാൻ വന്നത്. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ ഞാൻ നിങ്ങൾ എത്തിച്ചിരിക്കും. ബിഇദ്നില്ലാ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി എത്തിച്ചിരിക്കും. ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒരു ചെറിയ കാര്യം ഉദാഹരണം മാത്രം ഞാൻ പറയാം. പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാക്ക്, ഞാൻ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെയാണ് എന്ന് നബി പറഞ്ഞു. നിങ്ങളെന്ത് വിചാരിച്ചു? മുഹമ്മദ് നബി സ്ത്രീ ലംബടനാണ്, കണ്ടോ ഇയാൾ ഇങ്ങനെ പറയുന്നു, ഒരു നാണുമില്ലാതെ പറയുന്നു എന്നങ്ങ് പറഞ്ഞു വരുത്തി. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? 6-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊയിച്ചു മുടിയിരുന്ന ആളുകളായിരുന്നു.
അവർക്ക് മുമ്പിൽ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെയാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വിപ്രകാരിയുടെ വാക്കുകളായിരുന്നു. അതാണ് നിങ്ങൾ ഏറ്റവും ക്രൂരമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ. ഏതായാലും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ തന്നെ ഇസ്ലാമിന്റെ മഹത്വം കേൾക്കാൻ വിധിക്കപ്പെട്ട അവിടെ കൂടിയ ആളുകളുടെ മനസ്സെന്തായിരിക്കും? എപ്പോഴും വെറുപ്പും വിദ്വേഷവും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഇസ്ലാമിന്റെ മഹത്വം കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കൂലേ? ദേഷ്യം കൊണ്ട് പതഞ്ഞ് പൊന്തിയിട്ടുണ്ടാവും. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതൊക്കെ പുറത്തു വരാഞ്ഞത്. ഇസ്ലാമിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ ഒരാൾ അവിടെ നിന്ന് പറയുമ്പോൾ പഞ്ചപുച്ഛമടക്കി സഹിച്ചിരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ഏതായാലും ബാക്കി കൂടി കേൾക്കാം. മനുഷ്യരൂപത്തിലുള്ള കിതാബായിരുന്നു മുഹമ്മദ് നബി. മനുഷ്യരൂപത്തിലുള്ള ഖുർആനായിരുന്നു മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയിലൂടെയാണ് അവർ ദീനിനെ പഠിച്ചത്. എന്നിട്ട് അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായില്ല. 12 കല്യാണം നബി കഴിച്ചിട്ടും അവർക്ക് നബിയെ വെറുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നബിയെ സ്നേഹിക്കാൻ കഴിഞ്ഞു. കാരണം നബി എന്താണ് എന്ന് അവർ മനസ്സിലാക്കി. നബി എന്താണ് എന്ന് മനസ്സിലാക്കി ആ സമൂഹം നബിയുടെ കൂടെ നിന്നു. ഇവിടുന്ന് നമ്മൾ 1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എവിടേക്കോ തകരാറുണ്ട്, മുഹമ്മദിന് എന്തൊക്കെ പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. കാരണം മുഹമ്മദ് നബി അറിയുന്ന ആളുകൾ, അക്കാലത്ത് എത്രയോ ബുദ്ധിജീവികളായ ആളുകൾ നബിയെ അന്ധമായി ഫോളോ ചെയ്യാൻ കാരണം എന്താണ്? നബിയുടെ സ്വഭാവ ഗുണം അവർ മനസ്സിലാക്കി. ആ കണ്ടതല്ല നബി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നു. അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇവിടെ ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം വിരോധം കാരണം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്രൂരമാണ്, വളരെ മോശമാണ് എന്നൊക്കെ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാളാണോ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനാവേണ്ടത്? ഇങ്ങനത്തെ ഒരു ഉദ്ഘാടന പ്രഭാഷണമാണോ നമ്മൾ പ്രതീക്ഷിച്ചത് എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക. ബാക്കി കൂടി കേൾക്കാം. ഇവിടെ മാതാവിനെ തന്നെ എന്തൊക്കെയാണ് വിമർശിക്കുന്നത്. ഇപ്പോൾ മഹാനവർഗലിട്ടൊരു പോസ്റ്റ്, സ്വന്തം മാതാവ് മരിച്ചപ്പോൾ അദ്ദേഹം ലോകത്തെ അറിയിച്ചവരുകൾ കണ്ടില്ലേ? എൻ്റെ മാതാവ് ഹൂറന്മാരെ കാണാൻ പോയത്. മാതാവ് അദ്ദേഹത്തോട് ചെയ്തത് ഒരു പക്ഷേ അനീതിയാണ് എന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷെ മാതാവിൻ്റെ ഒരു ജീവിത പശ്ചാത്തലവുമായി അങ്ങനെ പറയാനേ കഴിയോ? എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, എൻ്റെ ആശയത്തിൽ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നൊക്കെ മാതാവ് പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ മാതാവിനെ അത് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും കുട്ടിക്കാലം മുതൽ അനുഭവിച്ച ആ വേദനയുടെ ഒരു പ്രശ്നമായിരിക്കാം അങ്ങനെ എഴുതാൻ അദ്ദേഹത്തിന് തോന്നിപ്പിച്ചത്. എന്നാലും അങ്ങനെയൊക്കെ എഴുതുമ്പോൾ അതൊരു ധാർമ്മികതയാണോ? അപ്പം നിങ്ങൾ പറയാറുണ്ട് മതമില്ലെങ്കിലും ഞങ്ങൾ ധാർമ്മികരായി ജീവിക്കുന്നു. ഇതെന്ത് ധാർമ്മികതയാണ്? എന്ത് ധാർമ്മികമായ ഒരു സന്ദേശമാണ് ഈ ലോകത്തിന് ഇത്രയും വലിയൊരു അനുയായികളുള്ള ഒരു നേതാവ് ഇവിടെ അണികൾക്ക് കൊടുക്കുന്ന ആ സന്ദേശം? അത് വളരെ ക്രൂരമായൊരു സന്ദേശമായിപ്പോയി. അത്തരം പരിപാടികൾ പിന്മാറണം. അത് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കോളിങ്ങിലേക്ക് വിളിക്കുന്ന ആളുകൾ പലതരക്കാരുണ്ടാകും. ഒരു സമൂഹത്തോട് സംസാരിക്കാൻ കടപ്പെട്ട ഒരാൾ ആരാകട്ടെ, ഒരു നേതാവ് എപ്പോഴും അവരുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഏറ്റവും അപ്രിസിയേറ്റ് ചെയ്ത് സംസാരിക്കാവും. പല ജാതി ആളുകളെ പല വിദ്യാഭ്യാസം കൊണ്ടും പല രീതികളും പല ചിന്താധിക്കാരും നമ്മെ വിളിക്കും. അവ വിളിക്കുന്ന ആളുകളോടൊക്കെ മാന്യമായി സംസാരിക്കുക. സമൂഹത്തെ പ്രവർത്തിക്കുന്ന ആളുകൾ സമൂഹത്തിലൊരാളായിരിക്കണം. ഇസ്ലാമിൻ്റെ കാര്യം പറയുന്ന ആളാണ്, ഇസ്ലാമിൽ വിമർശിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ആണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ മാന്യമായി പറയുക എന്നത് നമ്മുടെ ഒരു സ്വഭാവമായി കണക്കാക്കണം എന്നാണ് എനിക്ക് സന്ദർഭോചിതമായി അപേക്ഷിക്കാനുള്ളത്. നിങ്ങളിങ്ങനെ വാദിക്കുകയാണ്, എതിരാളി പറയുന്ന മറുപടി നിങ്ങൾക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ എതിരാളി പറയുന്ന മറുപടി അല്ല ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങൾ ഉപചോദ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ചോദ്യങ്ങൾ നിങ്ങളിങ്ങനെ കടഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് മറ്റോനെങ്ങനെ ഉത്തരം മുട്ടിക്കുമ്പോൾ നിങ്ങൾക്കൊരു രസം തോന്നുകയാണ്. ഈ രസമാണ് പതുക്കെ യുക്തിവാദിയായി മാറിയത്. യുക്തിബോധം വളരട്ടെ, യുക്തിവാദം തളരട്ടെ എന്ന ആപ്തവാക്യത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു. അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. ഏതായാലും അവസാനം ഉദ്ഘാടകൻ പറഞ്ഞത് നിങ്ങൾ ഇത്തരം പരിപാടിയിൽ നിന്നൊക്കെ പിന്മാറണം എന്നാണ്. അതായത് എന്ത് ആവശ്യത്തിനാണോ ഈ പരിപാടി സംഘടിപ്പിച്ചത് അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് ഉദ്ഘാടനത്തിൽ തന്നെ പറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പരിപാടിയുടെ ഉദ്ഘാടകൻ തന്നെ ഇത്തരം പരിപാടികളൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കണം, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വളരെ മോശമാണെന്ന് പറയുന്ന അത് കേൾക്കുന്ന ആളുകളുടെ അവസ്ഥയും അത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ അവസ്ഥയും. അതുകൊണ്ടാണ് ആരിഫിൻ്റെ മുഖത്ത് കാണുന്ന ആ സൈക്കിളിൽ നിന്ന് വീണ ചിരി എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ചിരിയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ആ ഉസ്താദിനെ തെറ്റിദ്ധരിച്ച, ആ ഉസ്താദിനെ ആക്ഷേപിച്ച പലരും ഉണ്ടാവും. ഞാനതൊന്നും ആക്ഷേപിച്ചില്ല. കാരണം അതിൻ്റെ വസ്തുത അറിയാതെ, അതിൻ്റെ നിജസ്ഥിതി അറിയാതെ ഞാനങ്ങനെ ഒന്നും പറയാറില്ല. കാരണം എന്ത് പോസ്റ്റ് കണ്ടാലും എന്ത് കാര്യങ്ങൾ കണ്ടാലും അതിൻ്റെ പിന്നിലെ ഉദ്ദേശങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ നിജസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ടേ ഞാൻ എന്തെങ്കിലും പറയുള്ളൂ. പക്ഷെ പലരും ആ ഉസ്താദിൻ്റെ പോസ്റ്റ് കണ്ടിട്ട്, ആ ഉസ്താദിൻ്റെ ഫോട്ടോ കണ്ടിട്ട് വിമർശിച്ചിട്ടുണ്ടാവും, പലതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് എൻ്റെ ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെടട്ടെ എന്നുള്ള നിലക്കാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളിൽ പലതും വിയോജിപ്പുണ്ടാവും. എന്നാലും ഈ യുക്തിവാദികൾ, ഈ നിരീശ്വരവാദികൾ ഒരു കാര്യം കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഉസ്താദ് പറഞ്ഞല്ലോ. ആരിഫ് തടസ്സപ്പെടുത്താത്ത രീതിയിൽ പറയാനുള്ള അവസരം ലഭിച്ചല്ലോ, ആ അവസരം ഉപയോഗപ്പെടുത്തിയല്ലോ. അത് വലിയ കാര്യം തന്നെയാണ്. തന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച വ്യക്തിയുടെ പ്രവർത്തനം വളരെ മോശമാണ്, ക്രൂരമാണ് എന്ന് ആ ഉസ്താദ് പറയുമെന്ന്
ഈ ആരിഫ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മാസങ്ങൾക്ക് മുമ്പ് ആരിഫ് ഇട്ട ഒരു പോസ്റ്റ് ഉമ്മയെക്കുറിച്ച്, ഉമ്മയുടെ മരണത്തിന് ശേഷം ഉമ്മയെക്കുറിച്ചിട്ട പോസ്റ്റ്, അത്തരത്തിലുള്ള ഒരു ക്രൂരത ഒന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. നിങ്ങൾ വലിയ ധാർമ്മികത പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്ത് ധാർമ്മികതയാണെന്ന് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അതിലും വലിയ ഒരു നാണക്കേട് വേറെ എന്താണ്? തൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഉദ്ഘാടകൻ തന്നെയും തൻ്റെ ആശയത്തെയും തൻ്റെ പ്രവർത്തനത്തെയും വളരെ മോശമായി പരസ്യമായിട്ട് ചിത്രീകരിക്കുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ ആരിഫിന് കഴിയുന്നുള്ളൂ. അത്തരത്തിൽ അയാൾ പറയുന്ന ആരിഫ് ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പിന്നെ വീഡിയോയിൽ അയാൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാഞ്ഞത് അതൊക്കെ നാളെ മുഴുവൻ പുറത്ത് വരുന്നുള്ള പേടികൊണ്ടാണ്. കാരണം അത് മുക്കി എന്നുള്ള ആ ഒരു നാണക്കേട് കൂടി ഇനി നാളെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് മുഴുവൻ പോസ്റ്റ് ചെയ്ത്. ഇനി വേറെ എന്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇനി ചിലപ്പോൾ ഈ ഉസ്താദിനെതിരെ വേറെ വീഡിയോ ആയിട്ട് ആരിഫ് വരും. സ്വന്തം പരിപാടിയുടെ ഉദ്ഘാടകനെതിരെ തന്നെ നാളെ വേറെ വീഡിയോ ചെയ്തുകൊണ്ട് വരും. കാരണം ഉളുപ്പില്ലാത്ത ജാതികൾക്ക് പലതും ചെയ്യാം. ഒരു കാര്യം ഏതായാലും ഉറപ്പിക്കാം, ഇനി ആരിഫ് ആരെ ഉദ്ഘാടനത്തിന് വിളിച്ചാലും അയാൾ എന്താണ് പ്രഭാഷണം നടത്തുന്നത്, അയാൾ എന്താണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് മുൻകൂട്ടി എഴുതി വാങ്ങിയതിന് ശേഷം അയാൾക്ക് അവസരം കൊടുക്കുള്ളൂ. അത് ഉറപ്പാണ്. ഇത്തരത്തിലുള്ളൊരു പെടൽ ഇനി പെടാൻ അയാൾക്ക് കഴിയൂല. ലണ്ടനിൽ ഏതായാലും പോയി വലിയൊരു പെടൽ പെട്ടു. അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ളൊരു പെടൽ പെടാതെ അയാൾ നോക്കും. അടുത്ത ദിവസം തന്നെ പെട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ പെടലുകൾ, ഇങ്ങനത്തെ നാണക്കേടുകൾ ഇങ്ങനെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ആ ഉസ്താദ് എന്നല്ല ആരെന്ത് പറഞ്ഞാലും ഇവർ മാറാൻ പോകുന്നില്ല. അവർ ഇസ്ലാമിനെ കുറിച്ചുള്ള കളവുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്ലാമിനെയും പ്രവാചകനെയും മുസ്ലിങ്ങളെയൊക്കെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും. കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും ഈ ഉസ്താദ് എന്നല്ല ആര് പറഞ്ഞാലും അവർ മാറ്റാൻ പോകുന്നില്ല. അതിന് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും, ഒക്കെ ചെയ്യും. അതൊക്കെ പ്രതീക്ഷിക്കണം. പക്ഷേ അതിനൊക്കെ തെളിവ് ചോദിക്കുമ്പോൾ അതും കൂടി പറയാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഖുർആനിലുണ്ടെന്നൊക്കെ കളവ് പറഞ്ഞിട്ട് അത് ഏത് ആയത്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പറയാനുള്ളൊരു മനസ്സ് കാണിക്കണം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.